നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിപ രോഗബാധിതന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. സാഹചര്യം വിലയിരുത്തി കേന്ദ്ര സംഘം. ആരോഗ്യമന്ത്രി കോഴിക്കോട്ട്. രോഗപ്രതിരോധം പാളിയെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ വൈറസിന്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിൽ ഉണ്ടാകുന്നില്ല. ഷിഗല്ല ജാഗ്രതയിൽ സംസ്ഥാനം. പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ മുതൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചു. പദ്ധതിയെ സ്വാഗതം ചെയ്ത് വനിതാ യാത്രക്കാർ. നമ്മളെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നടപ്പാക്കിയത് ഏറ്റവും നല്ല കാര്യമാണ്. പെൺപിള്ളേർക്കും എല്ലാവർക്കും പോകാനായിട്ട് നല്ലൊരു സൗകര്യം. ടിനി ടോമിനെതിരെ അൻസിബയുടെ പരാതിയിൽ നീനാക്കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ. നടി ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. അമ്മ ജനറൽ ബോഡി യോഗം അടുത്തയാഴ്ച. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 എംപിമാർ കൂടി വിമതർക്കൊപ്പം. ടിഎംസി തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് നാളെ കത്ത് നൽകും. പാർട്ടിയിൽ അഴിച്ചുപണി നടത്തി മമത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ ഇമാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും. സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കും. G7 ഉച്ചകോടിക്കിടെ ട്രംപുമായി കൂടിക്കാഴ്ച. ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ട്രംപ്. ധാരണ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് തുറക്കും. കരാറിനെതിരെ ഇറാനിൽ പ്രതിഷേധം. സമയം തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ബ്രസീലിനെ വിറപ്പിച്ച് മൊറോക്കോ. ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. എതിരാളികൾ കുറസോ. നെതർലാൻഡ് ജപ്പാൻ പോരാട്ടം പുലർച്ചെ. വാർത്തയിലേക്ക് വിശദമായി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ടെത്തി. ഏകോപന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി കോഴിക്കോട്ടെത്തിയത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ ICMRന്റെ വിദഗ്ധ സംഘം അടക്കം ചർച്ചയിൽ പങ്കെടുക്കും. രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകരയിൽ ഇന്നലെ സംഘം പരിശോധന നടത്തിയിരുന്നു. അവരുടെ നിരീക്ഷണങ്ങൾ അടക്കം യോഗത്തിൽ അവതരിപ്പിക്കും. രാമനാട്ടുകരയെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിലടക്കം യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. രോഗബാധ വന്നപ്പോൾ ശാപവാക്കുകൾ പറഞ്ഞയാളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല രോഗവ്യാപനം ഉണ്ടാകുന്നത്. പാലക്കാട് 2 പേർക്ക് കോളറ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇല്ലെന്ന് DMO പറയുന്നു. ആര് പറയുന്നത് വിശ്വസിക്കും? DHSനെ മാറ്റിയത് അസാധാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് രോഗബാധയോ കോവിഡ് പോലെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരിയോ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭരിക്കുന്നവർക്കെതിരെ ശാപവാക്കുകൾ പറയാൻ മിടുക്ക് കാണിച്ച, അങ്ങനെ കയ്യടി വാങ്ങാൻ ശ്രമിച്ച ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അദ്ദേഹത്തോട് പറയാനുള്ളത് അതേ രീതിയിലല്ല ഞങ്ങളിതിനെ കാണുന്നത്. ആരോഗ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അവിടുത്തെ DMO അങ്ങനെ ഇല്ല എന്നും പറയുകയുണ്ടായി. ആര് പറഞ്ഞതാണ് ശരിയെന്ന് സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. മലപ്പുറം തിരൂരങ്ങാടിയിൽ കുടിവെള്ളത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇളനീർ പാർലർ അടപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മെയ് 30 നടത്തിയ പരിശോധനയിലാണ് സാമ്പിൾ ശേഖരിച്ചത്.
മലപ്പുറം ജില്ലയിൽ ഷിഗല്ല മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തിരൂരങ്ങാടിയിലെ ഒരു ഇളനീർ പാർലറിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അത് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 30-ാം തീയതി തിരൂരങ്ങാടിയിൽ വ്യാപകമായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. എല്ലാ കടകളിൽ നിന്നും അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സാമ്പിളും ശേഖരിച്ചിരുന്നു. ഇങ്ങനെ ശേഖരിച്ച സാമ്പിളിലാണ് ഇപ്പോൾ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്, കട ഉടമസ്ഥർ പറയുന്നത് അത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സാമ്പിളാണ് ശേഖരിച്ചതെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അത് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ഗ്ലാസ്സിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത് അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പുള്ളത്. തുടർന്നാണ് അവർക്ക് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യങ്ങൾ മാറി എന്ന് ലാബ് റിസൾട്ടുകളുടെ സഹായത്താൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇനി അവർക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുകയുള്ളൂ. മലപ്പുറത്ത് പലയിടങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് മാത്രമാണ് ഈ ഷിഗല്ലയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഒരാഴ്ചയോളം സമയം ഈ പരിശോധന ഫലം ലഭിക്കാൻ വേണം എന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൻ്റെ ഫലം വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച കീഴാറ്റൂർ സ്വദേശിനിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യവകുപ്പും വലിയ ജാഗ്രതയിലാണ് ജില്ലയിലുള്ളത്. അതിന് പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ ആളുകൾ ഇളനീർ പാർലറിൽ ഒരുപാട് വരുന്നൊരു സ്ഥലം കൂടിയാണ്, കോളേജിനടുത്തുള്ള സ്ഥലം കൂടിയാണ്, അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പ്രിയദർശിനി എന്ന പേരിലുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീപക്ഷ പ്രഖ്യാപനമാണ് UDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര. നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഈ പ്രിയദർശിനി ബസ് യാത്രയ്ക്ക് ഡബിൾ ബെല്ലടിക്കും. അതോടുകൂടി സൗജന്യ യാത്ര ആരംഭിക്കും. UDF തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ബസ് സർവീസുകളിലും KSRTCയുടെ എല്ലാ സർവീസുകളിലും സൗജന്യ യാത്ര എന്നുള്ളത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് എല്ലാ സർവീസുകളിലും ആദ്യഘട്ടത്തിലില്ല, പകരം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്രയ്ക്കുള്ള അവസരമുണ്ട്. ഇപ്പോൾ തന്നെ ഞാനുള്ളത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട ഡിപ്പോയിലാണ്. ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ ബസ്സുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കറും അതുപോലെ തന്നെ പെയിന്റ് കൊണ്ട് എഴുതിയ ബസ്സുകളും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ചിലതിലൊക്കെ പെയിന്റിംഗ് ആണ് വരുന്നത്. മറ്റ് ഇടങ്ങളിൽ അവിടെ സ്റ്റിക്കറുകൾ പതിക്കും. ആ സ്റ്റിക്കറുകൾ പതിച്ച ബസ്സുകളാകും ഇവിടെ ഈ കിഴക്കേക്കോട്ട ഡിപ്പോയിൽ 31 ബസ്സുകളാണ് അത്തരത്തിൽ ഉള്ളത്. ആ ബസ്സുകളിലാകും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആദ്യഘട്ടം. ഇത് പദ്ധതി വിജയിച്ചാൽ അല്ലെങ്കിൽ KSRTC സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ ഈ ചെലവുകൾ ഏറ്റെടുക്കാനുള്ള കഴിവ് KSRTCക്ക് വന്നാൽ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. തിരുവനന്തപുരം ഡിപ്പോയിൽ ഈ 31 ബസ്സുകൾ മാത്രമെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ 3125 ബസ്സുകളാണ് ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 687 ബസ്സും കൊല്ലത്ത് 415 ബസ്സും പത്തനംതിട്ടയിൽ 150 ബസ്സുകളുമുണ്ട്. ആലപ്പുഴയിൽ 227 ഉണ്ട്. കോട്ടയത്ത് 162 കണക്ക്. മലബാറിൽ ബസ്സുകളുടെ എണ്ണം കുറവാണ്. മലപ്പുറത്ത് 98 ബസ്സുകൾ മാത്രമാണുള്ളത്. കോഴിക്കോട് അത് 156 വയനാട് 172 ആണ്. കണ്ണൂരിൽ 205 കാസർഗോഡ് 128 ബസ്സുകളുണ്ട്. മലബാർ മേഖലയിൽ പൊതുവിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ബസ്സുകളിൽ ആ ജില്ലകളിൽ ഈ സ്ത്രീ യാത്രക്കാർക്ക് വിചാരിക്കുന്ന ഗുണം ലഭിക്കില്ല എന്ന വിലയിരുത്തലുകളുണ്ട്. അത് പരിഹരിക്കുമെന്ന് സർക്കാർ ഇതിനകം പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും വിപ്ലവകരമായ തീരുമാനം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. പൂർണ്ണമായും സൗജന്യം എന്നുള്ളതായിരുന്നു UDFന്റെ വാഗ്ദാനമെങ്കിലും അതിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. പക്ഷേ സൗജന്യ യാത്ര ഉണ്ടാകും. ഇവിടെ ഈ ഇത്തരം ഈ ഇലക്ട്രിക് ബസ്സുകളിൽ പോലും ഈ സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളിലും ഈ സൗജന്യ യാത്രയ്ക്കായി വിട്ടുകൊടുക്കുന്നതിന് മനസ്സിലാക്കാൻ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന ഈ ബസ്സുകളിലും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സുകളും അത്തരത്തിൽ സൗജന്യ യാത്രയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബസ് നാളെ മുഖ്യമന്ത്രി മറ്റ് സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്നതും ഒരു സ്ത്രീയാണ്. അവർ KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവറാണ്. അവരാണ് ഈ ബസ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്നത്. നാളെ ഉദ്ഘാടനത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്നത്. ഏതായാലും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ ഒരു സൗജന്യമുണ്ട്. നാളെ 8:30 ഇനാഗുറേഷൻ കഴിഞ്ഞ ശേഷം 9 മണിയോട് കൂടിയ ഈ മെഷീൻസ് എല്ലാം ആക്റ്റീവ് ആവുമെന്നാണ് അറിയിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ ഈ ഫ്രീ സർവീസ് ലഭിക്കുകയുള്ളൂ. അത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു ബസ്സിലാണ് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചത്. സ്റ്റിക്കർ ഒട്ടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്നാണ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആളുകൾ കയറാൻ സാധ്യത
സാധ്യത അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ സ്റ്റിക്കറുകൾ എത്തിയിട്ടില്ല. വൈകുന്നേരത്തോടു കൂടി ഒരു അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. വൈകുന്നേരത്തോടു കൂടി അതിന്റെ പരിപാടികളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ അല്പം മുമ്പ് നമ്മളോട് അറിയിച്ചത്. അങ്ങനെയാണ്. എന്നിരുന്നാലും സജിത സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ എവിടെ മുതൽ എവിടെ വരെ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യം. അതായത് അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള ദൂരം ഈ മെഷീനിൽ അതിനനുസരിച്ചുള്ള വാല്യൂ മെഷീനിൽ അടയാളപ്പെടുത്തുകയും അവർക്ക് ലഭിക്കുന്ന ടിക്കറ്റ് സീറോ ടിക്കറ്റും ആയിരിക്കും, സീറോ വാല്യൂ ടിക്കറ്റും ആയിരിക്കും ലഭിക്കുക. എന്തായാലും ഇത് കുറച്ചാളുകൾ അതിനെ നന്നായി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ആവശ്യമില്ലാത്ത ആളുകളും ആവശ്യമുള്ള ആളുകളുമുണ്ട്. ഈ ആവശ്യമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ചെറിയ വരുമാനം ലഭിക്കുന്ന സ്ത്രീകളായിരിക്കാം, സ്ഥിരം യാത്ര ചെയ്തു പോകുന്ന ആളുകളായിരിക്കാം. എന്തായാലും ചെറിയ വരുമാനം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് വലിയ അസറ്റാണ്, അതിന് തർക്കമൊന്നുമില്ല. അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഫാമിലിയെ സംബന്ധിച്ചിട്ടായാലും അവർക്ക് മിച്ചം വയ്ക്കുന്ന പൈസ, ഈ വണ്ടിക്കൂലിയിൽ നിന്നും ലാഭം കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത്ര ചെറുതല്ലാത്തൊരു തുക. എന്തായാലും ഡെയിലി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളോട് സംസാരിച്ചത് തന്നെ ഭാഗ്യക്കുറി വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അവർ ഇവിടേക്ക് ബസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന 28 രൂപ ഒരു വഴിക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. ആ 28 രൂപ എന്ന് പറയുമ്പോൾ തന്നെ 56 രൂപയാണ് ഒരു ദിവസത്തെ അവരുടെ ലാഭം. ആ ഒരു കണക്കിൽ തന്നെ ഒരു 1500-1800 രൂപയ്ക്ക് അടുത്ത് അവർക്ക് ഒരു മാസത്തെ വ്യത്യാസം വരും. അവരുടെ ഒരു വരുമാനത്തിൽ അത്രയും ഒരു മിച്ചം എന്ന് പറയുന്നത് അത് അവർക്ക് കുറച്ചുകൂടി ഒരു നേട്ടം. അവർ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഫാമിലിയുടെ കാര്യത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മറ്റേതെങ്കിലും പഠനാവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിലേക്ക് മറ്റൊരു ചെലവിലേക്ക് അത് ആഡ് ഓൺ ആകപ്പെടാതെ സേവിങ്സ് ആക്കാം. എങ്ങനെയായാലും ഈ ചെറിയ വരുമാനം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ഒരു അസറ്റാണ് എന്നുള്ള അഭിപ്രായം. മലപ്പുറത്ത് KSRTCയെ സംബന്ധിച്ച് വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണുള്ളത്. 4 ഡിപ്പോകളിൽ നിന്നായിട്ടാകെ 84 സർവീസുകൾ മാത്രമാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മലപ്പുറം, പൊന്നാനി, നിലമ്പൂർ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, ഈ 4 ഡിപ്പോകളിൽ നിന്നായിട്ട് 84 സർവീസുകൾ മാത്രമേ ഉള്ളൂ. അതിന് പുറമെ 50ഓളം സർവീസുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച്, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് സർവീസുകൾ മാത്രം KSRTCയുടെ സർവീസ് നടത്തുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സംബന്ധിച്ച് ഈ ഒരു ആനുകൂല്യം പൂർണ്ണമായിട്ടും ഇവർക്ക് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഡിപ്പോയിലാണ്. നാളെ മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണുള്ള സ്ത്രീകൾക്ക്. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇതിനു മുമ്പ് KSRTCയിൽ സ്ഥിരം യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യില്ല. സ്ത്രീകൾക്ക് മാത്രം മതി സൗജന്യം എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നല്ലൊരു അഭിപ്രായമാണ്. എന്നാലും കുറച്ച് വികലാംഗര് അങ്ങനത്തെ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു പ്രയോജനമായിരുന്നു. അവരെയും കൂടി പരിഗണിക്കണം. സ്ത്രീകൾക്കൊപ്പം തന്നെ അല്ലേ? അതെ. എന്താണ് ചേട്ടാ നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീകൾക്ക് നാളെ മുതൽ സൗജന്യ യാത്രയാണ്. സ്ത്രീകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, പുരുഷന്മാർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാനുള്ള അഭിപ്രായം ഉണ്ട് നമുക്ക്. സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നുണ്ടായില്ല. എല്ലാവർക്കും കൊടുക്കണം. അതന്നെ മൂപ്പരുടെ അഭിപ്രായം. എനിക്ക് പറയാം, എല്ലാവർക്കും യാത്ര കൊടുക്കണം. അതിൽ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും കൊടുക്കണം, ആണുങ്ങൾക്കും കൊടുക്കണം. നല്ല യാത്ര പോകുള്ളൂ. ഇല്ല, പറ്റില്ല. എല്ലാവർക്കും കൊടുക്കണം അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു ഉത്സാഹമുണ്ടാവുള്ളൂ. അല്ലാതെ ഈ പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ആണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇന്ന് പോകില്ല. മലപ്പുറം ജില്ലയിൽ വണ്ടികൾ വളരെ കുറവാണ്. അതെ, ഓർഡിനറി ബസ്സിൽ മാത്രം പോരാ, എല്ലാ ബസ്സിലും കൊടുക്കാനുള്ള ഒരു അഭിപ്രായം ഉണ്ട്. 3 വണ്ടിയാണ് തിരൂർ മഞ്ചേരിയുള്ളത്. അതിലൊക്കെ ഇവർക്ക് ഓടൂല്ല. അവരങ്ങനെ പെണ്ണുങ്ങൾ കാര്യം പോവാം. സർവീസുകൾ ഏർപ്പെടുത്തണം അല്ലേ? ആരും ഏർപ്പെടുത്തുള്ളൂ. ഉള്ളതിനെ നിൽക്കാൻ പോവാം. ബസ്സുകൾ അത് കുറവാണ്. മാത്രമല്ല അത് തന്നെ പൂർണ്ണമായിട്ട് ഓടുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കൊപ്പം കുട്ടികളെ കൂടി പരിഗണിക്കണം, അതേപോലെ വികലാംഗരെ കൂടി പരിഗണിക്കുന്ന ആവശ്യവും യാത്രക്കാരിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നാളെ മുതൽ KSRTC തുടങ്ങുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് വിവിധ മേഖലകളിൽ നിന്ന് കേട്ടത്. KSRTC സൗജന്യ യാത്രയ്ക്ക് പലയിടത്തും ഈ പറയുന്ന ബസ് ഇല്ല എന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. മറ്റൊരു വാഹനം പിടിച്ച് അവിടെ പോയി ഈ ബസ്സിൽ കയറേണ്ട സാഹചര്യമുണ്ട്. KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്. ഇന്ന ബസ്സിൽ എന്നത് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. KSRTCയുടെ ഇന്ന ബസ് എന്നന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം വിളിച്ചു പോയി മറ്റു പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണം. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പൊ അതല്ല നേരത്തെ നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനം പാലിക്കാനാകുമോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. ഞങ്ങള് സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്നതിലേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. ആ നിലപാട് തന്നെ ഞങ്ങൾ തുറക്കുകയും ചെയ്യും.
സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമയുടെ വേറിട്ട പ്രതിഷേധം. തന്റെ ബസ്സിൽ നാളെ ഒരു ദിവസം പുരുഷന്മാർക്ക് സൗജന്യയാത്രയും ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് മധുരം നൽകിയും പ്രതിഷേധിക്കുന്നുവെന്ന് ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ BO ഡേവിസ് തീരുമാനിച്ചു. സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഈ തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് പുതിയ UDFന്റെ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ രീതിയിൽ അത് ഉയർത്തിക്കാട്ടിയ ഒന്നായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രാവർത്തികമാകുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെയാണ് അതിനെതിരെ ചില വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതിന് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചില കാര്യങ്ങളും കാരണങ്ങളും എല്ലാം തന്നെ പറയുവാനുണ്ട്. ഇതിപ്പോൾ നമ്മളുള്ളത് ചെങ്ങമനാട് അത്താണി റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിലാണ് ഉള്ളത്. അദ്ദേഹം അതിന്റെ ഉടമസ്ഥന് വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരു പ്രതിഷേധ പരിപാടി കൂടി ഈ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയാണ്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം? എന്താണ് പ്രതിഷേധ പരിപാടി എന്ന രീതിയിൽ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഭാരവാഹിയാണെന്നുള്ളതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ബസ് മാത്രം നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റ് സംഘടനയെല്ലാം മാറ്റിയിട്ട് ഞാനെന്ന വ്യക്തി എടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിക്കോ സർക്കാരിന്റെ തീരുമാനത്തിനോ വനിതകൾക്കുള്ള സൗജന്യത്തിനൊന്നും നമുക്ക് ഒരു വിരോധമില്ല. അതിനെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് സർവീസ് നടത്തുന്ന ഇത്രയധികം ആളുകൾ ഈ മേഖലയിലുണ്ട്. അവരുടെ തൊഴിലാളികൾ, കുടുംബങ്ങളുണ്ട്. അവരെ ഒന്നും കൺസിഡർ ചെയ്യാതെ സർക്കാർ എടുത്തു ചാടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടെടുത്തത്. അതിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കാനാണ് ഈ തിങ്കളാഴ്ച ഈ പദ്ധതി നടപ്പാക്കുന്ന അതേ ദിവസം തന്നെ സൗജന്യം പുരുഷന്മാർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് പാക്കേജ്? പാക്കേജ് നമ്മൾ രാവിലെ ബസ് 6:30 സ്റ്റാർട്ട് ചെയ്യും. മാഞ്ഞാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 ട്രിപ്പാണ് ആലുവ മാഞ്ഞാലി. 14 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും. അപ്പൊ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുരുഷന്മാർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമാണ്. നാളെ ഒരു ദിവസം മാത്രം അവർക്ക് ടിക്കറ്റ് ഇല്ല. അതേസമയം ഈ KSRTCയുടെ ഇടയിൽ ഇന്നലെ വരെ ഈ ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീകളുണ്ട്. അവർ ഈ ബസ്സിനെ കൈവിടാതെ അവർ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു മധുരം നൽകി, ലഡു നൽകി അവരെ നമ്മൾ സ്വീകരിക്കും. അതാണ് എന്റെ ഒരു പാക്കേജ്. അതാണ് ഞാനായിട്ട് പ്രഖ്യാപിച്ച ഒരു തീരുമാനം. ഡേവിസ് BO ഡേവിസ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം പറയുന്നില്ല, കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ രംഗത്ത് തുടരുന്ന അവരാണ്, വ്യവസായികളാണ് ഇതിൽ ഉള്ളത്. കഷ്ടിച്ച് കടന്നു പോകാമെന്നത് മാത്രമേ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇപ്പോൾ ഉള്ളൂ എന്നാണ് പലരും തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് തങ്ങളെ കൂടി ചേർത്ത് നിൽക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നതാണ് പറയുന്നത്. ഇതിന്റെ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വകാര്യ ബസ്സിൽ നാളെ കയറുമ്പോൾ അവർക്ക് മധുരം നൽകുകയും പുരുഷന്മാർക്ക് നാളെ ഒരു ദിവസത്തേക്ക് സൗജന്യ യാത്രയും അനുവദിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനിപോൾ, ന്യൂസ് 18 കൊച്ചി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ തള്ളി പിണറായി വിജയൻ. പത്മകുമാറിനെ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചുവെന്ന വാർത്ത തെറ്റാണ്. പത്മകുമാർ ആത്മകഥ എഴുതിയതുകൊണ്ട് പാർട്ടി തീരുമാനം മാറില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു. സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായി തന്നെയും പോലീസ് ചുമതലയിലുണ്ടായിരുന്ന ശ്രീജിത്ത് IPSനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയതിൽ പത്മകുമാർ ഗൂഢാലോചന ആരോപിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയേർക്കപ്പെട്ട് ജയിലിലായിട്ടും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം CPM നേതൃത്വം നേരിട്ടതാണ്. നടപടികൾ ഉണ്ടാകും, അത് പിന്നീട് കുറ്റപത്രം കൊടുത്ത ശേഷം മാത്രം മതി എന്ന തീരുമാനമാണ് അന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ CPM കണ്ടെത്തിയത് കീഴ്ഘടകങ്ങളിൽ നിന്ന് ചർച്ചയിലൊക്കെ ഉയർന്നു വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഈ അവലോകന റിപ്പോർട്ട് അംഗീകരിച്ച് സംസ്ഥാന സമിതിക്ക് ശേഷം വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പത്മകുമാർ സമ്മർദ്ദ നീക്കവുമായി
CPM-നെ ഒരു ബ്ലാക്ക്മെയിൽ നീക്കം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള നീക്കം നടത്തുന്നത്. തനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട്, അത് പുസ്തകം എഴുതും. മാത്രമല്ല CPM-ന്റെ സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട്, അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസ് ഇടപെട്ടാണ് ശബരിമല യുവതികൾ കയറിയ ദിവസം ശബരിമല യുവതീ പ്രവേശനത്തിന് എതിർ നിലപാടെടുത്ത തന്നെ ശബരിമലയിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയത്, തന്നെയും IG ശ്രീധരനെ മാറ്റി നിർത്തിയെന്ന ഒരു ആരോപണം കൂടി പത്മകുമാർ അയാളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. CPM-നെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടും നടപടി ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇതെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ പാർട്ടി തീരുമാനിച്ച നടപടി അതേപടി ഉണ്ടാകും. ആര് എന്ത് പറഞ്ഞാലും, പുസ്തകം എഴുതിയാൽ, ആത്മകഥ എഴുതിയാലും നടപടി ഉണ്ടാകുമെന്ന സൂചന, വ്യക്തമായ സൂചനയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകിയത്. മാത്രമല്ല അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്മകുമാറിനെ വിളിച്ചു വരുത്തിയെന്ന ആരോപണത്തെയും പിണറായി വിജയൻ നിഷേധിക്കുകയാണ്. അതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്നൊരു പൊതുവെയുള്ള കാര്യമില്ലല്ലോ, പലരും ആത്മഹത്യ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ കാര്യങ്ങൾ. നാളെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള നേതൃയോഗങ്ങൾ ചേരുന്നത്. ഈ യോഗത്തിൽ പത്മകുമാറിന്റെ നടപടി ഉറപ്പാണ്. ആ നടപടി ഒഴിവാക്കാനാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വലിയ നീക്കങ്ങളുമായി പത്മകുമാർ രംഗത്തു വരുന്നത്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് പത്മകുമാറിനെ അനുനയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ താൻ പുസ്തകം എഴുതും, അതിൽ ശബരിമല യുവതീ പ്രവേശന കാലത്ത് എന്തിനെ അവിടെ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്ന ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനത്തിന് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന് കൂട്ടുനിന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന കാര്യത്തിൽ വെളിപ്പെടുത്തലുണ്ടാകുമെന്നാണ് പത്മകുമാർ അയാളുമായി അടുത്ത കേന്ദ്രങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. CPM-നെ സമ്മർദ്ദത്തിൽപ്പെടുത്തി പാർട്ടി നടപടി ഒഴിവാക്കാനുള്ള നീക്കമാണ് പത്മകുമാർ ഇപ്പോൾ നടത്തുന്നത്. അതിന് CPM വഴങ്ങില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി, പ്രഭാമണ്ഡലം എന്നിവ SIT-യുടെ നേതൃത്വത്തിൽ അഴിച്ച് പരിശോധിക്കും. അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് SIT-യുടെ പരിശോധന. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് SIT സംഘം പരിശോധന നടത്തുക. സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് SIT സംഘം ശബരിമല സന്നിധാനത്തെത്തി ഈ കട്ടളപ്പാളിയിലെയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലത്തിലെയും സ്വർണ്ണം സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് നടന്ന പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇതും നടത്തുന്നത്. നിലവിലുള്ള രേഖകളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ കട്ടളപ്പാളിയിലെയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലത്തിലെയും സ്വർണം അത് ശാസ്ത്രീയമായി പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുക. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 12 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടുകൂടി തന്നെ ഈ 12 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ SIT സംഘത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രഭാമണ്ഡലത്തിലെയും അതുപോലെ തന്നെ കട്ടളപ്പാളിയിലെയും ഇത് ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷം അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള തീരുമാനത്തിലാണ് SIT സംഘം ഉള്ളത്. എന്തായാലും ഇന്നും നാളെയും ഒരുപക്ഷെ മറ്റന്നാളും ഉണ്ടായിരിക്കാം. ഇത് ഇളക്കി പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നട തുറന്നിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അത്തരമൊരു ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്ത് എത്തുന്നത്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ തെറ്റായി കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. അദ്ദേഹം സംസാരിച്ചത് മുസ്ലിം വിഭാഗത്തിനെതിരെ എന്നാണ് കേരള സമൂഹം കണ്ടത്. അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രതികരണം നടത്തിയിരുന്നു. അതിന്റെ ഗൌരവത്തിനനുസരിച്ചായിരുന്നില്ല ആ പ്രതികരണം. ആ വിമർശനം ഉൾക്കൊണ്ടാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തതെന്നും പിണറായി വിജയൻ. അതിനെ തെറ്റായിട്ട് കണ്ടിട്ടില്ല. തെറ്റായിട്ട് കണ്ടത് ഈ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, ആ സംസാരിച്ച കാര്യങ്ങൾ കേരളീയ സമൂഹം പൊതുവിലെടുത്തത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ളൊരു സംസാരമായിട്ടാണ്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായില്ല എന്ന പൊതു വിമർശനം വന്നിട്ടുണ്ട്. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തത്. അതാണ് ഉണ്ടായത്. സ്വന്തം മുഖം വികൃതമായതിന് CPM രാഹുൽ ഗാന്ധിയെ പഴിക്കുന്നത് എന്തിനെന്ന് KC വേണുഗോപാൽ MP. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് മാത്രം പാർലമെന്റിൽ അംഗത്വം നിലനിർത്തുന്ന പാർട്ടിയാണ് CPM. രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറായത് CPM-ന്റെ രാഷ്ട്രീയ അപകർഷതാബോധമാണ്.
CPMന്റെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം സങ്കുചിത കാഴ്ചപ്പാടാണ്. കേരളത്തിലെ ദയനീയ പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്കുമേൽ കുതിര കയറാൻ നിന്നാൽ CPMനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ പരാജയങ്ങളാകുമെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ച വിമർശനത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർക്കിടയിൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നത് നല്ലതാണല്ലോ. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കുന്നതാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. അതിനെപ്പറ്റി വേറെ പ്രശ്നമില്ല. അതിനെപ്പറ്റി നിങ്ങളാരും ചിന്തിക്കേണ്ട കാര്യം ഒരു പ്രശ്നം അതിനെപ്പറ്റി. തേടി വരുന്ന അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതും അകത്ത് കയറിയോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ ഒളിയം പെയ്ത്തത്. ഇത്തരം അവതാരങ്ങളെ മാറ്റി നിർത്തിയേ പറ്റൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. തൃശൂരിൽ നടന്ന EMS സ്മൃതിയിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തത് അത്യന്തം ഗൌരവത്തോടെ കാണണമെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും സംഘപരിവാറിനെ എതിർക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണ് ഇത് എന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. RSSന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിക്ക് കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്ന ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാകുന്നത്? VD സതീശൻ കന്റോൺമെന്റ് ഹൌസ് ഒഴിയാത്തതിലെ അതൃപ്തി പരസ്യമാക്കി പിണറായി വിജയൻ. ആകാവുന്നത്ര വേഗത്തിൽ ക്ലിഫ് ഹൌസ് താൻ ഒഴിഞ്ഞു. കന്റോൺമെന്റ് ഹൌസ് ലഭിക്കാത്തതിനാലാണ് AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തുന്നതെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞില്ല. അത് ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി നടക്കുകയായിരിക്കും. അതിന്റെ കാലതാമസമായിരിക്കാനാണ് സാധ്യത. നിങ്ങൾക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അതാകുന്നത്ര വേഗതയിൽ തന്നെ ക്ലിഫ് ഹൗസ് ഞാൻ ഒഴിഞ്ഞു. അറ്റകുറ്റപ്പണിക്ക് കുറച്ച് സമയത്തിലുണ്ടാവും. അതായിരിക്കാനാണ് സാധ്യത. എപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോകാനറിയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും ചില അറ്റകുറ്റപ്പണി ഉണ്ടാവുമല്ലോ. അതിനുശേഷം അവിടെ പോകുന്ന നിലയുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങളെ അവിടെ വിളിക്കാത്തത്? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഉണ്ടാകാനിടയില്ല. എന്നാലും ആ വ്യക്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ. ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. കടവന്ത്ര പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകനും പോലീസിന് മൊഴി നൽകി. സൈബർ അധിക്ഷേപത്തിൽ നടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ കൊച്ചി സിറ്റി സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീന കുറുപ്പിന്റെ മൊഴിയെടുത്ത് കടവന്ത്ര പോലീസ്. നീന കുറുപ്പ് ഇതുമായി സമാനമായ പരാതി അന്ന് എക്സിക്യൂട്ടീവിലും നൽകിയിരുന്നു. അതായത് കുടുംബയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഡിസ്കഷനിൽ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് അൻസിബ ഹസനെതിരെ അൻസിബ ഹസനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അസഭ്യം പറഞ്ഞു ടിനി ടോം എന്നുള്ളതായിരുന്നു പ്രധാനമായി നീന കുറുപ്പ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസ് നീന കുറുപ്പിന്റെ മൊഴിയെടുത്തിട്ടുള്ളത്. നീന കുറുപ്പിന്റെ വീട്ടിലെത്തിയാണ് കടവന്ത്ര പോലീസ് മൊഴിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ അൻസിബ ഹസൻ ടിനി ടോമിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുമാത്രമല്ല, ടിനി ടോം നടത്തിയ, അതായത് തന്നെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന ടിനി ടോം നടത്തിയ പരാമർശം തെറ്റാണ് എന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിന്റെ മകനും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പ്രധാനമായ അൻസിബ ഹസൻ അത്തരത്തിൽ അദ്ദേഹത്തെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടി ടിനി ടോം ഉന്നയിച്ചു എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. മാത്രമല്ല, ടിനി ടോം പല തവണയായി തന്നെ സൈബറിടങ്ങളിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു, തന്നെയും തന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ പരാതികളും അൻസിബ ഹസൻ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് വീഡിയോകൾ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്നും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അൻസിബ ഹസൻ അമ്മ എക്സിക്യൂട്ടീവ് അൻസിബ ഹസൻ നൽകിയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതിനുള്ള മറുപടി അവർ നൽകിയിരുന്നതാണ്. ആ മറുപടി ഇതുവരെ അമ്മ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം ചേർന്നപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. അതേസമയം ഇതിന്റെ വാർഷിക ജനറൽ ബോഡി നടക്കുകയാണ് 21-ാം തീയതി. അതോടൊപ്പം ഇതും ചർച്ച ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ നീന കുറുപ്പിന്റെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 എംപിമാർ കൂടി വിമതപക്ഷത്തിനൊപ്പം ചേരുമെന്നാണ് സൂചന. ഇതോടെ ലോക്സഭയിലെ TMC വിമത എംപിമാരുടെ എണ്ണം 22 ആകും. തങ്ങളാണ് ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാളെ എംപിമാർ ലോക്സഭാ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ അസാധാരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാ പുനഃസംഘടന മമതാ ബാനർജി പ്രഖ്യാപിച്ചു. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സജിത്ത്, തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം അസാധാരണ പ്രതിസന്ധിയാണ് മമതാ ബാനർജി നേരിടുന്നത്. വിമതർ അവരുടെ അവകാശവാദം ഉറപ്പിക്കാൻ നീങ്ങുമ്പോൾ എന്താണ് മമതാ ബാനർജി ഇപ്പോൾ ചെയ്യുന്നത്? അത് എത്രമാത്രം ഫലം കാണും? രേണു, അസാധാരണ പ്രതിസന്ധിയാണ്. നാളെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ടുകൊണ്ട് പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. നേരത്തെ രേഖാമൂലം ഉന്നയിച്ചതാണ്. പക്ഷേ നാളെ ലോക്സഭാ സ്പീക്കറെ നേരിട്ട് കാണുകയാണ്. 20 എംപിമാരാണ് ഇപ്പോൾ വിമത നീക്കം ലോക്സഭയിൽ നടത്തിയതെന്നാണ് കരുതുന്നത്. പക്ഷേ അവരുടെ എണ്ണം 22 മാറും. 2 എംപിമാർ കൂടെ വിമത നീക്കത്തിനൊപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 22 പേരെന്ന വലിയൊരു നഷ്ടമാണ് ഉണ്ടാവുന്നത്. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന വിമത എംപിമാരുടെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം പക്ഷേ ഏത് രീതിയിൽ ലോക്സഭാ സ്പീക്കർ പരിഗണിക്കുമെന്ന് വ്യക്തമല്ല. നിലവിൽ അറിയാനാവുന്നത് പാർട്ടി അധ്യക്ഷയോ ആരായാലും അവരുടെ നിലപാടിന് വിരുദ്ധമായി സ്പീക്കർക്ക് തീരുമാനമെടുക്കാനാവില്ല എന്നതാണ്. അങ്ങനെ തീരുമാനമെടുത്താൽ അതിന് നിയമപരമായ പ്രാബല്യം ഉണ്ടാവില്ല. ഒരുപക്ഷേ സ്പീക്കർ BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് അത്തരമൊരു തീരുമാനമൊക്കെ എടുത്താൽ ഒരുപക്ഷെ അത് ചലഞ്ച് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും അസാധാരണമായ പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത്. നിയമസഭയിൽ വിമത നീക്കം മമതാ ബാനർജി സ്വന്തം ക്യാമ്പിൽ നിന്ന് നേരിട്ടതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭയിലും സമാനമായ നീക്കമെന്നതാണ് സാഹചര്യം. ഇതിനെ നേരിടാനുള്ള നീക്കം മമതാ ബാനർജി നടത്തുന്നുണ്ട്. കാരണം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ നഷ്ടം കുറയ്ക്കാനുള്ള നീക്കമാണ്. ഇതിൻ്റെ ഭാഗമായി പുനഃസംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മമതാ ബാനർജി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് സംഘടനകളിലടക്കം ഈ മാറ്റം പ്രകടമായിട്ടുണ്ട്. അതിന് പുറമെ മറ്റു ചില മാറ്റം കൂടി ഉണ്ടാകും. അഭിഷേക് ബാനർജി തന്ത്രപ്രധാനമായ റോളിൽ ഇപ്പോൾ പാർട്ടിയുണ്ട്. അതിനപ്പുറം മറ്റു ചിലരെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം ചില പ്രഖ്യാപനങ്ങളും മമതാ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും മോദി ചർച്ച നടത്തും. വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രമുഖ സ്റ്റാർട്ടപ്പുകളെയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി നേതാക്കൾ സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധം വരെ ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ഇരു രാഷ്ട്ര നേതാക്കളും മുഖാമുഖം കാണുന്നത്. G7 ഉച്ചകോടിക്കിടെയാണ് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉഭയകക്ഷി ചർച്ച. ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 മോദി ട്രംപ് ഉഭയകക്ഷി ചർച്ച നടക്കും. ഇതിനുശേഷം ട്രംപ് മാധ്യമങ്ങളെ കണ്ടേക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയത്. ഇന്ത്യ-US അന്തിമ വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച എന്നത് നിർണായകമാണ്. US സുപ്രീം കോടതി പിഴ തീരുവ റദ്ദാക്കിയിരുന്നു. 10% താൽക്കാലിക തീരുവയുടെ സമയപരിധി ജൂലൈ 24 അവസാനിക്കും. US വ്യാപാര നിയമത്തിലെ 301 വകുപ്പ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തി കൂടുതൽ ഇറക്കുമതി തീരുവ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ, ചൈന ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്കുമേൽ 12.5% അധിക തീരുവ ചുമത്താൻ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ആശങ്ക ഇന്ത്യ അറിയിക്കും. ഒമാൻ കടലിടുക്കിൽ US നാവികസേന വാണിജ്യ കപ്പൽക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിലുള്ള പ്രതിഷേധം നേരത്തെ ഇന്ത്യ അറിയിച്ചതാണ്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം ഉഭയകക്ഷി ചർച്ചകളിൽ വിഷയമാകും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് പലതവണ ആവർത്തിച്ചിരുന്നു.
ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ച എന്ന പ്രത്യേകതയും ബുധനാഴ്ചത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാനുമായി സമാധാന ധാരണാപത്രം ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവശക്തിയാകില്ല എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് കരാറിന്റെ ഭാഗമായി അമേരിക്ക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കരാർ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ കരാർ ഒപ്പിടുമോ എന്നതിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ട്രംപ് ഈ പറഞ്ഞത് തന്നെ പറയുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കുകയാണ് കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന്. സാധ്യത എത്രമാത്രം? രേണുക, അമേരിക്കയുടെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമാണ് കരാർ എന്ന് ഒപ്പിടുമെന്നത്. പക്ഷേ ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ സമയം വേണം, ചർച്ചയ്ക്ക് അവസരം വേണം എന്നൊരു ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അമേരിക്ക ആകട്ടെ ഇന്ന് തന്നെ ഈ കരാർ ആകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പാകിസ്ഥാനാണ് ഇതിൽ മധ്യസ്ഥ ചർച്ച നടത്തുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ന് തന്നെ ഈ കരാർ യാഥാർത്ഥ്യത്തിൽ ആകും എന്ന കാര്യമാണ്. പക്ഷേ ഒരു തരത്തിലും ഈ കരാർ ഇന്ന് ഒപ്പിടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇരു രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഏതെങ്കിലും ഒരു മേഖലയിൽ, നേരത്തെ ഇസ്ലാമാബാദിലൊക്കെയാണ് സമവായ ചർച്ചകൾ നടന്നത്, അങ്ങനെ മറ്റേതെങ്കിലും മധ്യസ്ഥ രാഷ്ട്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിട്ടില്ല. പക്ഷേ ഇതൊരു ഡിജിറ്റൽ ആയി ഒരു കരാറായി യാഥാർത്ഥ്യമാക്കാനാണ് ഒരു ആലോചന നടക്കുന്നത്. അതായത് ജെഡി വാൻസ് ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിൽ തന്നെ തുടരുകയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ കരാറിൽ ഒപ്പുവെക്കുന്ന ആൾ മറ്റ് എവിടെയെങ്കിലും ആണെങ്കിൽ പോലും ഇത് ഡിജിറ്റലായി യാഥാർത്ഥ്യമാക്കാമെന്ന ഒരു പ്രതീക്ഷ അമേരിക്ക വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിൽ അമേരിക്ക വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. കാരണം ആണവ നിർവ്യാപനം, ഇറാൻ ആണവശക്തിയാകരുതെന്ന ആവശ്യം, കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോർമൂസ് പൂർണ്ണമായി എല്ലാ കപ്പലുകൾക്കും തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, ലെബനനെ ഇസ്രായേൽ ആക്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇറാൻ്റെ ആവശ്യമാണ്, അവിടെ വെടിനിർത്തൽ എന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇറാൻ ആവശ്യപ്പെടുന്നത് $23 ബില്യൺ അവരുടെ ആസ്തി അമേരിക്ക ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. ആ പണം തിരികെ ലഭിക്കണം, ആ ആസ്തി തിരികെ ലഭിക്കണമെന്ന ആവശ്യം. ഇതേക്കുറിച്ചും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കരടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യം വ്യക്തതയില്ലാത്തതാണ്. രേണുക, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ രണ്ട് സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ രണ്ട് പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരിക കൂടിയാണ് ചെയ്തത്. ഈ കണക്ടിവിറ്റി കുതിച്ചുചാട്ടം കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ അഭൂതപൂർവമായ വളർച്ചയിലേക്ക് നയിക്കുകയും വാർത്തകൾ തുടരുന്നു. ഇനി കാണാം ലോകകപ്പ് വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് നിറം മങ്ങിയ തുടക്കം. ഗ്രൂപ്പ് സിയിലെ ഗ്ലാമർ പോരിൽ മൊറോക്കോ 1-1 സമനിലയിൽ തളച്ചു. 21-ാം മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ച് ഇസ്മായിൽ സായിബാരിയിലൂടെ മൊറോക്കോ ലീഡ് നേടി. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് സമനില ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ ബ്രസീലിനെ വിറപ്പിച്ച് മൊറോക്കോ 12 മിനിറ്റുകൾക്കുള്ളിൽ 6 ഗോൾ നീക്കങ്ങളാണ് മൊറോക്കോ നടത്തിയത്. 15 മിനിറ്റുകൾക്ക് ശേഷം 73% പന്തടക്കവും മൊറോക്കോയ്ക്കായിരുന്നു. വിനീഷ്യസ് ജൂനിയറിലൂടെ വ്യക്തിഗത മികവിലാണ് സമനില ഗോൾ ബ്രസീൽ നേടിയത്. ഗോളോടെ മൊറോക്കോയ്ക്കെതിരെ ആത്മവിശ്വാസം വീണ്ടെടുത്ത ബ്രസീൽ കളിയിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ ബ്രസീൽ ലീഡിനായി പരിശ്രമിച്ചു. 67-ാം മിനിറ്റിൽ മികച്ചൊരു അവസരം ലഭിച്ചെങ്കിലും റഫീഞ്ഞയ്ക്ക് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ആദ്യ മത്സരത്തിലെ ടീമിന്റെ പ്രകടനത്തിൽ നിരാശരാണ് ബ്രസീൽ ആരാധകർ. വ്യക്തിഗത മികവല്ല, ടീം ഗെയിമാണ് ബ്രസീൽ കാഴ്ചവെക്കേണ്ടതെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു ബ്രസീൽ ആരാധകർ. അതേസമയം കരുത്തരായ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ മൊറോക്കോയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. മഞ്ഞയും പച്ചയും നിറത്തിൽ ആർത്തു വിളിച്ച് കാത്തുനിന്ന ആരാധകരുടെ മുഖഭാവം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. ആവേശം നിരാശയിലേക്ക് വഴിമാറിയ 90 മിനിറ്റുകൾ. ജയമുറപ്പിച്ചിരുന്ന ബ്രസീലിയൻ ആരാധകർക്ക് താങ്ങാനാകാത്ത സമനില കുരുക്ക്. ഫാൻ പാർക്കുകളിൽ തടിച്ചോടിയ ആരാധകർ ആർത്തുല്ലസിച്ചത് 32-ാം മിനിറ്റിലാണ്. വിനീഷ്യസിന്റെ മിടുക്കിൽ ഓരോ മുന്നേറ്റങ്ങൾ ബ്രസീൽ നടത്തുമ്പോഴും അത് പരാജയപ്പെടുമ്പോഴും അവരുടെ മുഖങ്ങളിൽ അത് പ്രകടമായി. ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. ടീം ഒരുമിച്ച് കളിക്കുന്നില്ലെന്നും വ്യക്തിഗതമായ കളിയാണ് കാഴ്ചവെക്കുന്നതെന്നും ആരാധകർ. പാസുകൾ കൃത്യമായി നൽകുന്നതിലും ടീം പരാജയപ്പെട്ടു. Eu acho que eles jogarem mais um time completo, porque eu achei que cada um estava jogando por si só, não estava jogando realmente como um time ali. Os jogadores, eles têm que melhorar mais. Tá errando muito passe. Tá errando muito passe mesmo. Vinícius Júnior agora no final errou muito passe, muito. Vai melhorar. നെയ്മർ കളിക്കാനില്ലാത്തതിന്റെ സങ്കടം പങ്കുവച്ചു ചിലർ. Neymar, we love Neymar.
Neymar, we love you, Neymar. We want to see you next game. അതേസമയം വിലപ്പെട്ട പോയിന്റ് നേടിയതിന്റെ സംതൃപ്തിയിലാണ് മൊറോക്കോ ആരാധകർ. മികച്ച തയ്യാറെടുപ്പ് നടത്തിയെന്ന് വ്യക്തമായെന്നാണ് ആരാധകർ പറയുന്നത്. നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ഈ ടീം യോഗ്യത നേടുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. വിജയത്തിനൊപ്പമുള്ള സമനില ആഘോഷിക്കുകയാണ് മൊറോക്കോക്കാർ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. മൊറോക്കോയുമായുള്ള ആദ്യ കളിയിലെ പ്രകടനത്തിൽ അല്പം നിരാശരാണ് മലപ്പുറത്തെയും ബ്രസീൽ ആരാധകർ. മൊറോക്കോയ്ക്ക് ശക്തരായ ടീമാണ്. അടുത്ത മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുമെന്നും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നേറുമെന്നും ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്തു നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശോജ്വലമായ ഒരു കളിക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അത്ര ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത് ബ്രസീലുകാരാണ്. കാരണം കാത്തിരുന്ന കളിയായിരുന്നു. രാത്രി 3:30-ക്കാണ് കളി കഴിഞ്ഞത്. ബ്രസീലിൻ്റെ ആരാധകരൊക്കെ ഉണർന്നെണീച്ച് എന്താണെങ്കിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എത്രമാത്രം ആവേശം ഉണ്ടായിരുന്നു കളി? എന്താണ് ആവേശകരമായ മത്സരമായിരുന്നു. പക്ഷേ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണ്. നമുക്കറിയാം മൊറോക്കോയാണ് എതിർ ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. ഏകദേശം 21 കളിയോളിപ്പോൾ പരാജയം അറിയാതെ വരുന്ന ടീമാണ്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ 2-1 ബ്രസീലിനെ തോൽപ്പിച്ച ടീമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൊറോക്കോ ഒരു പിടി മുമ്പിലാണ്, സമനിലയിലാണ്. എന്നാലും ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് ബ്രസീൽ ആശ്വാസമാണ് ശരിക്കും. നിലവിലെ ബ്രസീലിന്റെ പ്രകടനം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ റിസൾട്ട് ആശ്വാസം. എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ടാണോ പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. കാരണം ബ്രസീൽ പഴയ ഒരു ഫോമില്ലാതെ ഞങ്ങളുടെ ഒരു ഫാൻസിൻ്റെ വിലയിരുത്തൽ. പക്ഷേ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പൂച്ചാളും ഇതൊക്കെ എടുത്തത് മൊറോക്കോനാണ്. അവർ ഒരിക്കലും ബ്രസീൽ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പോലും ഇല്ല. പക്ഷേ ഇന്നലെ നന്നായിട്ട് കളിച്ചു. ആ ഗോളൊക്കെ അതാ വിനീഷ്യസിൻ്റെ ഗോളൊക്കെ കണ്ടോ? ഞാനൊക്കെ വിനീഷ്യസ് ഫാനാണ്. നമ്മളെ ഗോളാന്നൊക്കെ പറഞ്ഞാൽ അപാര ഗോളാണ്. തീർച്ചയായിട്ടും ഞാനൊരു ബ്രസീൽ ഫാൻസ് എന്നുള്ളതൊക്കെ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തരാണ്. പിന്നെ ഓക്കെ, ഈ ഒരു കളി കൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവുന്നൊന്നും പ്രതീക്ഷിക്കുന്നു. അല്ല, സത്യത്തില് ഒരു കുറച്ചും കൂടി ഒരു അഗ്രസീവായ ഫുട്ബോൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതുണ്ടാവും. കളി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അടുത്ത കളി വരുമ്പോഴത്തേനും മെച്ചപ്പെടും. എന്തായാലും മെച്ചപ്പെടും. എന്താണ് നെയ്മർ കളിക്കാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടോ? നെയ്മർ പരിക്ക് മാറി വരുന്നുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങിണ്ടാവും നല്ലത് തോന്നുന്നു, പരിക്കായതുകൊണ്ട്. ഈ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു ലൈനപ്പൊക്കെ ഉണ്ടാവുക? ഈ ലൈനപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചില മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അടുത്ത് അത്ര വലിയ ടീം അല്ലെങ്കിൽ കൂടി ഫുട്ബോളാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മൊറോക്കോ സെമിയിലെത്തുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ ദക്ഷിണ കൊറിയ, അതേപോലെ കഴിഞ്ഞ കുറേയൊക്കെ ജപ്പാൻ പോലുള്ള നല്ല ടീമുകളല്ല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ടീമിനെയും വില കുറച്ച് കാണേണ്ടതില്ല. എന്നാലും അടുത്ത 2 കളിയും നല്ല ഗോളിന് ജയിച്ച് സെമി ഫൈനലിൽ എത്തുന്നതന്നെയാണ് പ്രതീക്ഷ. വിലയിരുത്തുമ്പോഴേ ഇത്തവണത്തെ ബ്രസീലിൽ വലിയ പ്രതീക്ഷയില്ലാത്ത പോലെയൊക്കെ പറയുന്നത് പല ബ്രസീലിനെ എതിർക്കുന്നവരല്ല, പൊതുവെയുള്ള കളി വിലയിരുത്തുന്ന പലരും. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അതായത് മുൻകാല പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിരാശാജനകമാണ്. നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെ ലാറ്റിൻ അമേരിക്ക യോഗ്യത റൗണ്ടിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. നമുക്കറിയാം ലാറ്റിൻ അമേരിക്ക കുറച്ച് ടൈറ്റ് ഫൈറ്റുള്ള വൻകരയാണെങ്കിൽ കൂടി ബ്രസീൽ ഇതുവരെ നേരിട്ട് ഏറ്റവും ഫൈറ്റുള്ള ഒരു യോഗ്യത റൗണ്ടായിരുന്നു ഈ വർഷത്തേക്കുള്ള വേൾഡ് കപ്പിലേക്കുള്ള. അപ്പോൾ ആ ടീമിൻ്റെ പ്രകടനം തന്നെ മൊത്തത്തിൽ കോച്ചില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും, ആഞ്ചലോട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായ കോച്ച് ഇപ്പോൾ വന്നെങ്കിൽ കൂടി മൂപ്പർക്ക് സമയം വേണം. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കലും പുതിയ താരങ്ങളൊക്കെ പാടെ ഒരു ഒത്തിണക്കത്തിൻ്റെ അത് ശരിയാവും. 24 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് അവസാനമായിട്ട് ലോകകപ്പ് കിട്ടിയത്. നെയ്മർക്ക് ഒരു ലോകകപ്പോടെ വിരമിക്കാനുള്ള സാധ്യത ഉണ്ടാവും എത്തവണ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ കപ്പ് തൂക്കിയിട്ട് ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ തന്നെ വരണം എന്നാണ് നമ്മളെ പ്രതീക്ഷ. തീർച്ചയായിട്ടും കപ്പ് നേടും. എനിക്ക് കാണിച്ച ലോകത്തിലെ ഏറ്റവും മുൻനിരക്കാരായിട്ടുള്ള ആൾക്കാരാണ് ബ്രസീൽ. ഫോർവേഡിൽ ഞങ്ങൾക്ക് ഡിഫൻസിൽ ഒരു ചെറിയ പാളിച്ചുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സൂപ്പറാണ്. പക്ഷേ അഞ്ചലോട്ടി പറഞ്ഞ പരിശീലകനെ കപ്പ് നേടിയ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നേടും. അത് നിങ്ങളെ വിളിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ മുന്നേറും തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനെ പ്രതീക്ഷ. മൊറോക്കോ അപ്പുറത്തുണ്ടിൽ കൂടി ഒരു ഗോൾ
ഡിഫറൻസിൽ രീതിയിൽ ബ്രസീൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇനിയും കാണണം അടുത്ത കളികളെ കാണുമ്പോൾ. തീർച്ചയായിട്ടും ആവേശത്തോടെ എല്ലാ സെറ്റപ്പുകളും നല്ല സ്ക്രീന് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റപ്പിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സമയമാണ് ഒരു പ്രശ്നം. ഒരു 3 നമ്മൾ വല്ലാത്തൊരു സമയമായി പോയി. അവർക്ക് നേരത്തെ അർജന്റീനക്കാരെ പടക്കം തന്നെ ചീറ്റിപ്പോയി. അപ്പോൾ ഞങ്ങൾ തോറ്റ് പടക്കം പൊട്ടിച്ചാൽ നിൽക്കുകയായിരുന്നു, അത് ചീറ്റിപ്പോയി. എന്താണെങ്കിലും കളിയുടെ ഫലത്തിൽ അല്പം നിരാശയുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറുമെന്ന് തന്നെയാണ് ബ്രസീലിലെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ കപ്പ് നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഇനിയുള്ള കളികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്രസീൽ ആരാധകരൊക്കെ ഈ കളിയുടെ ഫലം അതിൽ നിരാശപ്പെടാതെ അടുത്ത കളി മികച്ച വിജയത്തിൽ നേടാനും കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ലോകകപ്പിൽ തുർക്കിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഓസ്ട്രേലിയ. വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ കൗണ്ടർ അറ്റാക്കിലെ മികവിലാണ് കങ്കാരുപ്പട ജയം സ്വന്തമാക്കിയത്. ആദ്യ പകുതിയിൽ നെസ്റ്ററി ഇറൻകുണ്ട നേടിയ ഗോളിലൂടെ മുന്നിലെത്തിയ ഓസ്ട്രേലിയ 2ാം പകുതിയിൽ മെറ്റ്കാഫിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. 27-ാം മിനിറ്റിലും 75-ാം മിനിറ്റിലുമായിരുന്നു ഗോളുകൾ. തുർക്കി നിരവധി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഓസീസ് പ്രതിരോധ മികവിലാണ് മത്സരം പിടിച്ചെടുത്തത്. 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പിനെത്തിയ സ്കോട്ട്ലൻഡിന് 28-ാം മിനിറ്റിലെ ഗോളിൽ മിന്നൻ ജയം. ഹെയ്ത്തിയെയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത്. ജോൺ മക്കിനാണ് ഗോൾ സ്കോറർ. വിങ്ങർ ബെൻഗാനൻ നൽകിയ ക്രോസ് ജെ ആദംസ് പോസ്റ്റിലേക്ക് പായിച്ചെങ്കിലും കീപ്പർ തടഞ്ഞു. റീബൗണ്ടായി എത്തിയ പന്താണ് ജോൺ മക്കിൻ വലയിലാക്കിയത്. 1988 ശേഷം ആദ്യമായി ലോകകപ്പിനെത്തിയ സ്കോട്ടിഷ് പട മത്സരം ആരംഭിച്ചപ്പോൾ മുതൽ ആക്രമണം അഴിച്ചുവിട്ടു. തുടക്കത്തിലെ പ്രതിരോധത്തിന് ശേഷം മത്സരത്തിലേക്ക് തിരിച്ചുവന്ന ഹെയ്ത്തി കൗണ്ടർ അറ്റാക്കുകളിലൂടെ സ്കോട്ടിഷ് പ്രതിരോധത്തെ പരീക്ഷിച്ചെങ്കിലും ഗോൾ നേടാനായില്ല. 62 വർഷത്തിന് ശേഷമാണ് ഹെയ്ത്തി ലോകകപ്പ് കളിച്ചത്. ജയത്തോടെ ബ്രസീൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ 3 പോയിന്റുമായി സ്കോട്ട്ലൻഡ് ഒന്നാമതായി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൊടുമുടിയിലെത്തുമ്പോൾ കൊല്ലം കുണ്ടറയിൽ ശ്രദ്ധ നേടുന്നത് വ്യത്യസ്തമായ ഒരു ആരാധക പ്രകടനമാണ്. ഇഷ്ട ടീമിനോടുള്ള സ്നേഹം താടിയിൽ തന്നെ വരച്ചു കാട്ടുകയാണ് 2 ഫുട്ബോൾ പ്രേമികൾ. അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും പതാക നിറങ്ങൾ താടിയിൽ പൂശിയ ഇവർ ഇപ്പോൾ നാട്ടിലെ തന്നെ താരങ്ങളായി മാറിയിരിക്കുന്നു. പേരയം സ്വദേശിയായ സണ്ണിയാണ് ആദ്യം ഈ വേറിട്ട ആശയവുമായി എത്തിയത്. കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് അർജന്റീനയുടെ പതാക നിറങ്ങൾ താടിയിൽ പൂശിയ സണ്ണി നാട്ടുകാരുടെ ശ്രദ്ധ നേടിയിരുന്നു. അർജന്റീന കിരീടം നേടിയതോടെ സണ്ണിയുടെ താടിയെ പലരും ടീമിന്റെ ഭാഗ്യചിഹ്നമായും വിശേഷിപ്പിച്ചു. ഇത്തവണയും അർജന്റീനയ്ക്കുള്ള പിന്തുണ അറിയിക്കാൻ അതേ നിറക്കൂട്ടുകൾ താടിയിൽ പകർത്തിയിരിക്കുകയാണ് സണ്ണി. കടുത്ത അർജന്റീന ആരാധകനാണ്. എല്ലാവരും ഫ്ലെക്സ് അടിക്കാൻ ബോർഡ് വയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു വെറൈറ്റി ആയിട്ട് മോഡൽ ചെയ്യണം. അങ്ങനെ ഫിജൂസിൽ വന്ന് അർജന്റീനയുടെ കളർ അടിച്ചു. അപ്പോൾ ഇപ്രാവശ്യവും ഇന്നും ഞാൻ കളർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ തന്നെ അർജന്റീനയെ കപ്പെടുത്തിരിക്കും. സണ്ണിയുടെ ഫുട്ബോൾ ആവേശത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത് സുഹൃത്തും പോർച്ചുഗൽ ആരാധകനുമായ ലിജോയാണ്. പോർച്ചുഗൽ പതാകയുടെ ചുവപ്പും പച്ചയും നിറങ്ങൾ താടിയിലടിഞ്ഞ ലിജോ ഇത്തവണ കിരീടം പോർച്ചുഗലിലേക്കാണ് പോകുന്നതെന്ന ആത്മവിശ്വാസത്തിലാണ്. സണ്ണി ചേട്ടൻ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അടുത്ത ഒരു അർജന്റീന ഫാനും ആയതുകൊണ്ടും വർഷങ്ങളോളം എനിക്ക് അറിയാവുന്നതുകൊണ്ട് കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നമുക്ക് ഞാൻ CR7 പോർച്ചുഗലിൻ്റെ നല്ലൊരു കടുത്ത ആരാധകനായതുകൊണ്ട് കൂടി ഞങ്ങൾ രണ്ടും ഇവിടെ വന്ന് അവരവരായിട്ടുള്ള ഫ്ലാഗുകൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിച്ചു. യൂറോ കപ്പ് ഞങ്ങൾ എടുത്തു, ലോകകപ്പ് ഞങ്ങൾ എടുത്തിരിക്കും. കുണ്ടറ മുക്കടയിലെ ഫിദൂസ് ഫാമിലി സലൂണാണ് ഇരുവരുടെയും താടികൾക്ക് ഈ വ്യത്യസ്ത രൂപം നൽകിയത്. ലോകകപ്പ് ചർച്ചകൾക്കും ടീമുകളെ ചൊല്ലിയുള്ള സൗഹൃദ മത്സരങ്ങൾക്കുമിടയിൽ കളർഫുൾ താടികളിലൂടെ കുണ്ടറയിലെ ഫുട്ബോൾ ജ്വരം കൂടുതൽ നിറം പിടിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. ഫുട്ബോൾ ആവേശമുയർത്തി ബൈക്ക് റാലിയും ടൂർണമെന്റും. ശംഖുമുഖത്തെ ഫുട്ബോൾ പ്രേമികളാണ് നഗരത്തിൽ റാലി നടത്തിയത്. റാലിക്ക് ശേഷം ടീമുകളുടെ ജേഴ്സി അണിഞ്ഞുള്ള ടൂർണമെന്റും നടക്കും. ലോക ഫുട്ബോളിന്റെ ആവേശം എല്ലായിടത്തുമുണ്ട്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ ബൈക്ക് റാലിയുമായാണ് ഇവിടെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഫുട്ബോൾ ആവേശം തന്നെയാണ്. എല്ലാ ടീമിന്റെ ആരാധകരുമുണ്ട്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ മൊറാക്കോയുടെയും ഒക്കെ. മൊറാക്കോ ഇപ്പോൾ ഒരു സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരും ഒക്കെ ഉണ്ട്. ഏതായാലും എന്താണ് എത്രത്തോളം ആവേശമായി കഴിഞ്ഞു വേൾഡ് കപ്പ്? വേൾഡ് കപ്പ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പല ഫാൻസുകാരുണ്ടെങ്കിലും ഒരുമയോടെയാണ് സംസാരിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള ചർച്ച ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുകയും ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റും നടത്തുന്നില്ല. കാരണം എല്ലാ ടീമും യോഗ്യരാണ്. വേൾഡ് കപ്പിൽ വരുന്ന എല്ലാ ടീമും യോഗ്യരാണ്.
ഞങ്ങൾ അതിനോടൊപ്പം തന്നെ ഫുട്ബോളിനെയും സ്പോർട്സിനെയും കാണുന്നത് ഒരു മയക്കുമരുന്നിന് എതിരെയുള്ള ഒരു പ്രചോദനമായിട്ടാണ് എല്ലാ സ്പോർട്സിനെയും ഞങ്ങൾ കാണുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദവും മയക്കുമരുന്നിനെതിരെ നിൽക്കുന്ന ഒരു സംഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ്. അർജന്റീന കപ്പടിക്കുമോ? അല്ല, കപ്പടിക്കാൻ ഈ പ്രാവശ്യം സാധ്യത കുറവാണ്. അല്ല അതുകൊണ്ടല്ല, ടീം നമ്മൾ ഒരു ക്വാർട്ടറൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റൂ. കാര്യം ഇന്നലത്തെ കളി തന്നെ നമ്മളെ മൊറോക്കയും ബ്രസീലിനെയും കളി നമുക്ക് മനസ്സിലായില്ല എങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട് ഞാനൊരു അർജന്റീന ഫാൻസ് ആണെങ്കിൽ പോലും ജയിക്കുന്ന ടീമിനാണ് യോഗ്യതയുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ്. എങ്ങനെയാണ് ഏതായാലും ബ്രസീലിന്റെയും ക്രിസ്ത്യാനോയുടെ ആണോ പോർച്ചുഗലിന്റെ ഒക്കെ ഒരേ വണ്ടിയിൽ തന്നെ? അതാണോ? ബന്ധുക്കളല്ലോ ആണോ? ബന്ധുവായിട്ട് വരും. മകനാണ്. അപ്പോൾ എങ്ങനെ വീട്ടിൽ തർക്കമല്ലോ ഉണ്ടോ? ഒരു തർക്കവുമില്ല. ഞങ്ങൾ വളരെ ആവേശകരമായിട്ട് തന്നെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നിരാശയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് നിരാശയുമില്ല. ഇന്നലെ നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് മാച്ചായിട്ട് ബ്രസീൽ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ബ്രസീൽ മനസ്സിലാകാത്തതാണെന്ന് തോന്നുന്നു. അതെ നിങ്ങൾക്ക് കളി കാണുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ 12 മിനിറ്റ് വളരെ ഗംഭീരമായിട്ട് മൊറോക്കോ കളിച്ചെങ്കിലും അതിനുശേഷം തിരിച്ച് ഗോൾ അടിച്ചതിന് ശേഷം വളരെ മനോഹരമായിട്ട് തന്നെ 2-3 അറ്റംപ്റ്റ് ബ്രസീലിന് കിട്ടിയെങ്കിലും അത് നമുക്ക് ഗോളാക്കാൻ സാധിച്ചില്ല. എന്നാലും സമനിലയിൽ പിരിഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. റൊണാൾഡോ ബുധനാഴ്ച ഇറങ്ങും അല്ലേ? എങ്ങനെ ഉണ്ടാവും? ടീം എങ്ങനെയുണ്ട്? ടീം കൊള്ളാം, വലിയ ടീമാണ്. മിഡ്ഫീൽഡൊക്കെ നല്ല വലിയ മിഡ്ഫീൽഡാണ്. റൊണാൾഡോ മാത്രമല്ല കളിക്കും, ജയിക്കും, കപ്പടിക്കും. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട? റൊണാൾഡോ എല്ലാ പ്രതീക്ഷിക്കുന്നുണ്ട്. റാഫേലിയോ ഉണ്ട്, ജാവോ ഫെലിക്സ് ഉണ്ട്, പിന്നെ വിത്തീനെ എന്ന് പറഞ്ഞ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ ഉണ്ട്. അവരെ നല്ല കളിയാണ്. പോർച്ചുഗലിന്റെ ആരാധകരും ഒക്കെ നിങ്ങൾ എങ്ങനെയുണ്ട്? അർജന്റീനയുടെ ആരാധനയാണ്. നമുക്കിപ്പോൾ ഫ്രാൻസ് ജേഴ്സി ഇട്ടുണ്ട്, ഫ്രാൻസിൽ ആരാധിച്ച് പറ്റുള്ളൂ ആൾക്കാർ വേണ്ടല്ലേ. പക്ഷേ ഞങ്ങളിത് നടത്തുന്ന പ്ലേ മോർണിംഗ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേര് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇന്ന് 60ഓളം പ്ലേയേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ മാച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റാലി കഴിഞ്ഞിട്ട് മാച്ച് ഉണ്ടല്ലേ അവിടെ? ഏതൊക്കെ ടീം കളിക്കുന്നത്? റാലി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളി കൊണ്ട് അർജന്റീന ബ്രസീലാണ്, രണ്ടാമത് ഫ്രാൻസ് പോർച്ചുഗൽ, പിന്നെ ലീഗാണ്. ഇതോടെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. ലീഗാണ് മാച്ച് കളിക്കുന്നത്. ബ്രസീലിന്റെ പ്രതീക്ഷ എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കും. എന്താ പറയാ, ഞാനൊരു ബ്രസീൽ ഫാനാണ്. ബ്രസീൽ ജയിക്കും ഈ പ്രാവശ്യം. ഇന്നത്തെ കളി കാര്യമാക്കണ്ട, ബ്രസീൽ ജയിച്ചിരിക്കും. കാര്യമാക്കണ്ട, ആദ്യത്തെ മാച്ചല്ലേ. എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കുമോ? ബ്രസീൽ ജയിക്കുമോ? ഞങ്ങൾ സത്യത്തിൽ ഡ്രഗ്സിനെതിരായിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സിനേക്കാൾ ഏറ്റവും വലിയ ലഹരി ഞങ്ങളുടെ ഫുട്ബോളാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. ഇനി വരുന്ന പുതിയ ജനറേഷനും ഇതിനു വേണ്ടി മുൻകരുതലെടുക്കുക, ഞങ്ങളോടൊപ്പം കൂടുക, എൻജോയ് ചെയ്യുക. അതുതന്നെയാണ് ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടാണ് ഇവരുടെ ഈ റാലിയും ഈ ഫുട്ബോളിനോടുള്ള കമ്പവുമൊക്കെ. എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ പ്രതീക്ഷ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിലവാരം കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത നോക്കൗട്ട് കഴിയുന്ന സമയത്ത് കളിയുടെ ആ രീതിയിൽ മാറുകയുള്ളൂ. എല്ലാ ടീമുകളും നല്ലതാണ് കളി. പിന്നെ ഡ്രഗ്സിനെതിരെയാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. അതെ, എല്ലാവരുടെയും ആയതുകൊള്ളാലോ. എല്ലാവരുടെയും ജേഴ്സിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമുണ്ട്. ഫുട്ബോളാണ്. അതെ, ഫുട്ബോൾ ജയിക്കണം. ഇപ്പോൾ കോച്ചാണ്. ഫുട്ബോൾ ജയിക്കണം. നമ്മുടെ ഫുട്ബോളാണ് ഇന്നത്തെ തലമുറ. ലഹരിക്ക് അടിമയാകാതെ ഫുട്ബോളിൽ കൂടെ പിള്ളേർ വളർന്നു വളരണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കോച്ച് നടത്തുമ്പോഴും അവരെ മദ്യം വയ്ക്കാത്ത പിള്ളേരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കും. അതുതന്നെയാണ് ഈ ഫുട്ബോൾ അങ്ങനെ ഒരു കാര്യം കൂടിയാണ്. അതായത് ലഹരിയിലേക്ക് യുവതലമുറ പോകരുത്, ഫുട്ബോൾ തന്നെ ലഹരിയായി എടുത്ത് മുന്നോട്ട് പോകണം. ആ ഒരു സന്ദേശമാണ്, ഒരു പരിശീലനം കൂടിയായ അദ്ദേഹം നൽകി. ഏതായാലും ഇവിടെ റാലി തുടരുകയാണ്. ഇവർ നഗരപ്രദക്ഷിണം നടത്തും. അതിനുശേഷം ടീമുകളുടെ ജേഴ്സിയിൽ തന്നെ മത്സരങ്ങളും ഒരു ടൂർണമെൻറ്റും ഇന്ന് ശംഖുമുഖം കടപ്പുറത്ത് നടത്തും. സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്ന, എല്ലാ ദിവസവും രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു ഫുട്ബോൾ ആവേശമുയർത്തിയുള്ള റാലിയാണ് കടന്നു പോകുന്നത്. അരുൺ എമ്മിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക്. ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട പായ്ക്കപ്പൽ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ടു. പായ്ക്കപ്പൽ മുങ്ങുന്നു എന്ന് US നാവികസേന ഇന്ത്യൻ നേവിയെയും തുറമുഖ അധികൃതരെയും അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് മുങ്ങുന്ന പായ്ക്കപ്പലിലുള്ളത്. MV ജബൽ അലി എന്ന
കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, 14 ജീവനുകൾ ഉണ്ട് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആക്രമണമോ മറ്റോ നടന്നതായുള്ള വിവരങ്ങളുണ്ടോ? എന്താണ് വിവരങ്ങൾ? രേണുക, എന്തായാലും ഇത് ഒരു ആക്രമണമോ അല്ലെങ്കിൽ അത്തരം അട്ടിമറ നീക്കങ്ങളൊന്നും ഉള്ളതിൻ്റെ ഒരു സൂചനകളും ഇതുവരെ ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US നേവിയുടെ അറിയിപ്പ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമാകുന്നു. എല്ലാവരും കടലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് 14 ഇന്ത്യക്കാരെയും ജീവനക്കാരെയും കണ്ടെത്തുന്നത്. തുടർന്ന് അവർക്ക് രക്ഷാ ബോട്ടുകൾ ഇട്ടുകൊടുത്തു. എന്തായാലും ഇപ്പോൾ അവരെ സുരക്ഷിതരായി മാറ്റി കാണാനുള്ള സാധ്യതകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. US നേവി തന്നെയാണ് ഈ അറിയിപ്പ് നൽകുന്നത്. അതായത് ഒമാൻ തീരത്തു നിന്നും 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. സമീപ ദിവസങ്ങളിൽ അവിടെ ഒരു സംഭവം, അനിഷ്ട സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയിലും ആശങ്കയിലുമാണ് ഈ വാർത്ത നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. ഇതാണ് നമുക്ക് ഉള്ള ലൊക്കേഷൻ, മാപ്പ് നൽകുന്ന ലൊക്കേഷൻ ഇതാണ് ഒമാൻ തീരം. ഒമാൻ തീരത്തിൽ നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം. നമുക്ക് ഈ കാണുന്ന ലൊക്കേഷനുള്ള കപ്പൽ MV ജബൽ അലി എന്ന കപ്പലാണ്. ഈ കപ്പലാണിപ്പോൾ ഒമാൻ തീരത്ത് നിന്നും മുംബൈ തീരത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ അപകടം വാർത്ത വരുന്നതോടുകൂടി തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. ജബൽ അലി 9 എന്ന കപ്പലാണ് ഇത്. മുംബൈ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണ്. ഈ കപ്പലാണിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടേക്ക് അയച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ലൊക്കേഷൻ കാണുന്നത് പ്രകാരം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മാപ്പിൽ രേഖപ്പെടുത്തുന്നത്. വെസൽ ഫൈൻഡർ ലൈവ് ട്രാക്കിംഗ് സംവിധാനമാണ്. അതനുസരിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് വെസൽ ട്രാക്കിങ്ങിൽ കാണിക്കുന്നത് ജബൽ അലിയുടെ ലൊക്കേഷൻ ഈ പോയിന്റിലാണ്. അപ്പോൾ ഏറെക്കുറെ ഈ ഭാഗത്തായിട്ടാവണം അപകടം നടന്നത് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഒമാൻ തീരത്ത് നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് നടന്നിരിക്കുന്നത്. ഒരു ഉരു പോലെയുള്ള ഉരുവിലാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത്. 14 ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. മുങ്ങിത്താഴുന്ന ശ്രദ്ധയിൽപ്പെടുന്നത് US നേവിയുടെ നിരീക്ഷണ കപ്പലാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെയാണ് ഇത്തരത്തിലുള്ള അലർട്ട് പോവുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒമാൻ പോർട്ടും രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ ജബൽ അലി കപ്പൽ അവിടേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒമാൻ തീരത്ത് നിന്നും ഇവിടേക്ക് മുംബൈയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണ് ഇപ്പോൾ അവിടേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടില്ല. 14 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസം തന്നെയാണുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ വ്യക്തമാക്കുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ പ്രശ്നപരിഹാരം. പര്യത്തുകാവ് നിവാസികൾക്ക് അതേ വസ്തുവിൽ തന്നെ 5 സെന്റ് സ്ഥലവും അതിലേക്ക് ആവശ്യമുള്ള റോഡ് സൗകര്യവും ഏർപ്പെടുത്തും. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. ഇന്നലെ രാത്രി മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ നടന്ന സമവായ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോയ്ക്ക് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു.